ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. മുടിയനായ പുത്രനെന്നും പറഞ്ഞ് അടിച്ചിറക്കി കുടുംബത്തിൽ നിന്ന് വിട്ട ആ ബേബിയും കൂടെ തിരിച്ചു കയറിയപ്പോ കറിയാക്കി രണ്ടെല്ലാം കൂടിയത്. ഇനിയവന്മാരെ ബാക്കി വെച്ചാ നമ്മളെല്ലാം പള്ളി ചെന്ന് അന്ത്യകൂതാശ കൈക്കൊണ്ടാച്ചാ മാത്രം മതി. നാളെ രാവിലെ അവന്മാരുടെ പുതിയ ഓട്ടോമൊബൈൽ കടയുടെ ഉദ്ഘാടനമാ. നമുക്കൊരു സ്നേഹോപകാരം കൊടുത്താലോ? നാളെ അവന്മാരെ എല്ലാത്തിനെയും ഒന്നിച്ചു കിട്ടുന്ന ഒരു ദിവസമാ. ഉദ്ഘാടന മുഹൂർത്തത്തിൽ കറിയാക്കും മക്കൾക്കും നമ്മുടെ വക ഒരു സമ്മാനം. പത്രത്തിൽ വെണ്ടക്കായിൽ വാർത്തയും വരും. കോലഞ്ചേരിയിലെ പ്രമുഖ വ്യവസായി കാഞ്ഞിരപ്പള്ളി കറിയാച്ചനും മക്കളും ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 4 വലിയ റീത്തിനെ വിളിച്ച് പറയടാ. അതിൽ കല്ലൂക്കാരന്റെ പേര് മിന്നിത്തിളങ്ങണം. അല്ല, നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? ഓ, വല്ലാത്തൊരു നിർവീഴ്ച. പള്ളി പോകാതിരിക്കാനുള്ള കള്ളം. രാവിലെ പള്ളി പോയി നല്ല മനസ്സോടെ ഉദ്ഘാടനത്തിന് പോകണമെന്നുള്ള വിചാരമൊന്നുമില്ല. നീ വേഗം പോയിട്ട് വാ. മുഹൂർത്ത സമയത്ത് മാത്രം അവിടെ ചെന്നാ പോരാ. ബേബിച്ചെന്തേടി? അപ്പനും മോക്കും ഇനിയും നേരം വെളുത്തിട്ടില്ല. അതെങ്ങനെയാ? ഈ അപ്പന്റെ അല്ലേ മോനെ? പള്ളി പോകാനുള്ള മടിയാ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. എടാ എന്തപ്പാ, നേരെ ഒരുപാടായി, വണ്ടി എടുക്ക്. വണ്ടിക്ക് എന്തോ കംപ്ലൈന്റ് അമ്പച്ചി. നീ ആ ഗ്ലാസ് ഒന്ന് അഴിച്ചു മാറ്റ്. ഗ്ലാസ് അഴിച്ചു മാറ്റാനോ? അതല്ലടാ, നിന്റെ ആ കണ്ണിലിരിക്കുന്ന കുന്തം അഴിച്ചിട്ട് കാര്യമില്ല, വണ്ടിക്കാണ് കംപ്ലൈന്റ്. നീ കൊറേ നേരം എന്ത് കിടന്ന് പണിയുന്നു? ഞാൻ പണിയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പക്ഷെ വേറെ ആരും ഇതിൽ പണിതട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, അമ്മച്ച ജീപ്പി കൊണ്ടാക്കിട്ട് വാ. വാവച്ചന എടിയേ, നമ്മളെ പുതിയ കളിയുടെ ഐശ്വര്യത്തിനും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണ്ടേ. കളിയാക്കണ്ട. എന്റെ ഒരുത്തിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കാണുന്നത് മുഴുവൻ. നിങ്ങൾക്കൊക്കെ അടിയും പിടിയും കുസ്തി മാത്രമല്ലേ ഉള്ളൂ. ഹലോ അച്ഛേ, ചതിച്ചു. എന്നതാടാ? ആ ജീപ്പ് തള്ളയാ പള്ളി പോയിരിക്കുന്നത്. അവരുടെ അവിടെ നിന്ന് പള്ളിയിലേക്ക് ഏറിയാൽ 1.5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. വീട്ടിൽ തിരിച്ചെത്തുമ്പോ 1.5 കിലോമീറ്റർ അല്ലേ ആകത്തോടാ. തള്ള സുഖമായിട്ട് വീട്ടിൽ ചെന്നിട്ട് അവന്മാര് വണ്ടിയും കൊണ്ട് ഉദ്ഘാടിക്കാൻ പോകുമ്പോഴേ ബാമ്പ് പൊട്ടത്തോളടാ. എടാ അന്തപ്പാ, നമുക്ക് ആ കരിമ്പോലിയിലെ കുഞ്ഞുമറിയതിനെ ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്നോ നാളെയോ ഒന്നും പറഞ്ഞ് കിടക്കുക. ആ വിളക്ക് ഇതുവരെ ഊതിയില്ലേ? ചുമ്മാ നീ വേണ്ടാത്തൊന്നും പറയാതെ വണ്ടി എടുക്ക്. ശരിയാ, പോയേക്കാം. ചിലപ്പോ ഇത് കാണാൻ പറ്റില്ലെങ്കിലാ അല്ലേ? മുതലാളി, ഇവിടത്തെ ജീപ്പിൽ കുട്ടപ്പായി ബോംബ് വെച്ചിട്ടുണ്ട്. സത്യം വേണം. സത്യം. അമ്മച്ചി പോയത് ആ ജീപ്പിലാ. വണ്ടി ഒന്ന് വേഗം വിടതാ.
വണ്ടി നിർത്തടാ.